എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഏത്തയ്ക്ക പച്ചടി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴുത്ത ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള ഏത്തയ്ക്കയാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ചട്ടി. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ 3 പച്ചമുളക് കൂടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഈ ചട്ടിയിലേക്ക് ആ പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങ് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അരിഞ്ഞിട്ടതിന് ശേഷം ആ പച്ചമുളകില്ലേ, അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഞാനിവിടെ 3 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി നമുക്കതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിമിലേക്ക് വെച്ചു. ഇനി ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഓണാക്കിയതിന് ശേഷം നമുക്കൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ നിന്ന് വേകട്ടെ. ഇനി നമുക്കൊരു ബൗളിലേക്ക് തൈരെടുക്കാം. നല്ല കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും പച്ചക്കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നു. ഇനി അതിലേക്ക് ആ പച്ചക്കടുകും കൂടി ഇട്ടൊന്ന് ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയുടെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം, നമ്മുടെ ഏത്തപ്പഴമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. ആ ഏത്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് നല്ലതായിട്ടങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. ഉടയാത്തതുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് വേണം അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് ഇളക്കിയതിന് ശേഷം നമുക്കിനി അതിലേക്ക് ആ തൈരില്ലേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മളിതിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓണാക്കുകയോ ചെയ്യരുത് കേട്ടോ. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓണാക്കി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ഇതിനൊന്ന് കടുകും കൂടെ താളിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണേ. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 3 വറ്റൽമുളകും കൂടെ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചതും കൂടെ ഒഴിച്ചൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ശേഷം നമുക്കതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് ഞാൻ ആ തൈരിരുന്ന ബൗളിലേക്ക് തന്നെ നമ്മുടെ പച്ചടി കോരി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഏത്തപ്പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം. നല്ല ടേസ്റ്റാണ് ഉണ്ടോ. നിങ്ങൾ ഇതുപോലെയാണോ ഏത്തപ്പഴ പച്ചടി ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു മധുരക്കറി കിട്ടത്തില്ലേ, അതേ ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബായ്.